നാടിന്റെ നോവായി മാറുകയാണ് രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ഫയർമാൻ സോണി എസ് കുമാർ. മറ്റൊരിടത്ത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് സോണി മുണ്ടുപാറയിലെ യുവതി രക്ഷിക്കാനായി പാഞ്ഞെത്തിയത്. സഹപ്രവർത്തകൻ അലക്സിന്റെയും അമ്മാവൻ സോമന്റെയും പ്രതികരണത്തിലേക്ക്. വീട്ടിൽ നിന്നാണ് ജോലിക്ക് വന്നത്. ഒരു ദിവസം മുമ്പേ, ഇന്ന് തിരിച്ചു വരേണ്ട ദിവസമുണ്ടെന്ന്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരേണ്ട ദിവസമാണ്, വരേണ്ട സമയമാണ്. അപ്പോൾ ഇന്ന് ഭാര്യ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവർ അഞ്ചനാണ് ഭാര്യയുടെ വീട്. അപ്പോൾ വരില്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടാക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഇന്നലെ ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ച് ഭാര്യ വീട്ടിലുണ്ട്. സോണി സാറിൻ്റെ കുടുംബമൊക്കെ? കുടുംബം ഒരു ഭാര്യ, ഒരു കുട്ടി, ഒരു പെൺകുട്ടി, 3 വയസ്സാണ്. എത്ര നാളായി ഈ സർവീസിൽ കയറിയിട്ട്? എത്ര? 8 വർഷത്തോളം. സാറേ, സോണി സാറ് എങ്ങനെയായിരുന്നു? സഹപ്രവർത്തകനായിരുന്നു, അതിനപ്പുറം എങ്ങനെയായിരുന്നു സേനയ്ക്കുള്ളിൽ? നല്ല സ്നേഹവാനായ ഒരു സഹപ്രവർത്തകനായിരുന്നു. എന്തിനും ഏതിനും പലരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വളരെ മുന്നിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനൊരു ആളെ നമുക്ക് ഇപ്പോഴത്തെ സമൂഹത്തിൽ കാണാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാവരോടും വളരെ സൗഹൃദത്തോടും വളരെ സൗമ്യമായും നല്ല രീതിയിൽ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മളറിഞ്ഞപ്പോൾ ഒരു 1:30-2 മണിയാകത്തായി മരണവാർത്ത അറിഞ്ഞത്. അപ്പോൾ തന്നെ നമ്മളിവിടെ എത്തി. സഹപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞാനിവിടെ എത്തിയായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്നു. തലയിൽ നല്ല ഇഞ്ചുറി ഉണ്ട്. ഒരു കോള് പോയിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു മരക്കോള്, വൈകിട്ടത്തെ ഈ ഭയങ്കരമായ കാറ്റും മഴയുണ്ടായിരുന്നു. അതിനൊരു മരക്കോള് പോയിട്ട് വന്നപ്പോഴാണ് അടുത്ത് വന്നത്. അങ്ങനെ ഉണ്ടായത് പിന്നെ പോയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.